ഹലോ ഫ്രണ്ട്സ്. എന്നും നമുക്ക് എല്ലാ പെണ്ണുങ്ങൾക്കും ഉള്ള ഒരേ ഒരു കാര്യമാണ് എന്താണ് രാവിലെ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ എന്തോ ഇന്ന് കറി ഉണ്ടാക്കുന്നത്. എന്തെങ്കിലും ഒരു മീൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മീനെടുത്ത് കറി വെക്കാം, അല്ലെന്നുണ്ടെങ്കിൽ വറക്കാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പിന്നെ ബാക്കി എന്തെങ്കിലും ഒരു പച്ചക്കറി കൊണ്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണ്ടായോ. അപ്പോൾ അതിനി എന്നും എന്താ ഉണ്ടാക്കണ്ടേ അങ്ങനെ ഞാൻ ആലോചിച്ച് ഇങ്ങനെ ഇരുന്നപ്പം എന്തായാലും കുറച്ച് കോവയ്ക്ക ഇരിപ്പുണ്ട്. അപ്പോൾ അതെടുത്തൊന്ന് മെഴുക്ക് വരട്ടാമെന്ന് വിചാരിച്ച്. എന്തെങ്കിലും ഒന്ന് വേണ്ടേ, ചോറിൻ്റെ കൂടെ മീൻ മാത്രം ഒഴിച്ച് മീൻ്റെ ചാറൊഴിച്ച് കഴിക്കുമ്പം അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒന്ന് പുരട്ടാനും, പോരാത്തതിന് പച്ചക്കറി അല്ലയോ. പിന്നെ ഇപ്പോൾ ഈ ചൂട് കാലം ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിക്കണം. അപ്പോൾ അന്നേരം വെണ്ടയ്ക്ക അല്ല കോവയ്ക്ക ഞാൻ എടുത്ത് എല്ലാം നല്ല വെള്ളത്തിലൊക്കെ ഇട്ട് ഒരു 2-3 വട്ടം കഴുകി കേട്ടോ. നമ്മുടെ ഈ പുറത്തുനിന്ന് മേടിക്കുന്നതാകുമ്പോൾ എത്ര കണ്ട് വിശ്വസിക്കാൻ പറ്റുമെന്ന് നമുക്കറിയത്തില്ലല്ലോ. എല്ലാം നല്ലതുപോലെ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെള്ളത്തിനകത്തിട്ട് വെച്ചിരുന്നാൽ അതിന് ശേഷം പിന്നെ 2-3 വട്ടം കൂടെ കഴുകിയിട്ട് ഞാൻ എന്താ ഇതുപോലെ നീളത്തിലാണ് അരിയുന്നത്. നീളത്തിലെല്ലാം അരിഞ്ഞെല്ലാം വെച്ചു. അരിഞ്ഞ് വെച്ചിട്ട് അതിനകത്തിലേക്ക് ഒരു സവാളയും കൂടെ ഞാൻ അരിഞ്ഞിടും. സവാള, പച്ചമുളക് ഇതെല്ലാം കൂടെ അരിഞ്ഞ് ചേർക്കും. ഇപ്പോൾ നമുക്ക് വട്ടത്തിൽ വേണമെങ്കിൽ അരിയാം. പണ്ടൊക്കെ ആണെങ്കിൽ കുറേ നാൾക്ക് മുന്നേ വട്ടത്തിലൊക്കെ അരിഞ്ഞ് ഇതുപോലെ മെഴുക്ക് വരട്ടുമായിരുന്നു. ഇപ്പം എന്തോ വട്ടത്തിൽ അരിയാൻ നിൽക്കത്തില്ല. അമ്മ എന്നോട് പറയും നീളത്തിൽ അരിയുമ്പം അങ്ങനെ അരിയാൻ നമുക്കെന്ന് പറയും. നീളത്തിലരിഞ്ഞ് ഇതുപോലെ അരിഞ്ഞ് തീയലൊക്കെ ഉണ്ടാക്കാം. അന്നേരം അതിനൊരു രുചിയാണ്. പിന്നെ എനിക്ക് കിട്ടിയ കോവയ്ക്കകത്ത് നിങ്ങൾക്ക് കാണാമല്ലോ, അതാണ്ട് കുറേ പഴുത്തതും ഒക്കെ ഉണ്ട്. എന്നിട്ട് ഞാൻ ഇത്രയേ എടുത്തുള്ളൂ. കാര്യം പേരിന് വേണ്ടിയിട്ടൊരു കൂട്ടൻ, അതിന് വേണ്ടി എല്ലാവരും ഒത്തിരിയൊന്നും എടുക്കത്തൊന്നും ഇല്ല, ഒരു ശകലം മതി. അപ്പോൾ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സവാളയും എല്ലാം അരിഞ്ഞെല്ലാം ഇട്ട് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണേ. സവാള എല്ലാം അരിഞ്ഞ് ഒരു മുട്ടൻ സവാള എൻ്റെ കയ്യിൽ കിട്ടിയത്. അരിഞ്ഞ് കുനുകുനാന്ന് അരിഞ്ഞുകൊണ്ടിരിക്കുവാണേ. അരിഞ്ഞ് തീരട്ടെ. അപ്പോഴത്തേക്കിന് എന്താ പറയുന്നത്, ഏട്ടൻ അതിലേ കൂടെ ഒക്കെ നടക്കുന്നുണ്ട്. ഏട്ടൻ പറയാം വേറെ ഒന്നും കിട്ടിയില്ല, നിനക്ക് കോവയ്ക്ക മാത്രമേ കിട്ടിയുള്ളൂ. അപ്പം ഞാനിപ്പോൾ എന്തോ ചെയ്യാനാണ്, എല്ലാ ദിവസവും ഞാൻ എന്ത് കറി വെക്കാനാണ്. അങ്ങനെ സവാളയെല്ലാം കുനുകുനാന്ന് അരിഞ്ഞെല്ലാം ഇട്ട് അതിന് ശേഷം കുറച്ച് 2-3 പച്ചമുളക്, ഒരു 3-4 ഇരുന്നോട്ടെന്ന് വിചാരിച്ച്. എരിവിന് ഇതിനകത്ത് വേറെ ഒന്നും ചേർക്കുന്നില്ലല്ലോ. എന്തെങ്കിലും എരിവിന് പച്ചമുളകെല്ലാം ഉള്ളോ, അല്ലാതെ മുളക് പൊടി ഞാൻ ചേർക്കത്തില്ല കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടിയും അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. ഒന്നുകിൽ ഞാനിങ്ങനെ മിക്സ് ചെയ്താണ് വെക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അടുപ്പത്ത് കൊണ്ടുവന്ന് വെച്ച് തവി കൊണ്ടൊന്ന് ഇളക്കി കൊടുത്താലും മതി. അങ്ങനെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കുവാണേ. ആ ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ എല്ലാ കഷ്ണത്തിലും ഒന്ന് പിടിക്കുമല്ലോ. മിക്സ് ചെയ്ത് വെച്ചിട്ട് ഗ്യാസേ കൊണ്ടുവന്ന് വെക്കുക. ഇങ്ങനെയൊക്കെയുള്ള ചെറു ഐറ്റംസൊക്കെ ഞാൻ ഗ്യാസിലാണ് വെക്കുന്നത്. പിന്നെ മീൻ കൂട്ടാനൊക്കെ അതാണ്ട് നിങ്ങൾ കണ്ടില്ലേ അപ്പുറത്ത് ചട്ടിക്കകത്തിരിക്കുന്നത്. അപ്പം അത് അടുപ്പത്ത് വെച്ച് ഉണ്ടാക്കിയതാണ്. എന്നിട്ട് ഇവിടെ ഗ്യാസിൻ്റെ അവിടെ കൊണ്ടുവന്ന് വെച്ചു. കാര്യം എല്ലാം വിളമ്പിയെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് എല്ലാം അടുപ്പിച്ച് വെക്കുന്നതാണേ. എന്നിട്ട് ദാണ്ട് കുറച്ച് നേരം ആവിയിലത് ഞാനതൊന്ന് വേവിച്ചു. ആവി വേവിച്ചതിന് ശേഷം അതൊന്ന് വാടിക്കിട്ടി കഴിഞ്ഞപ്പം ഞാൻ ദാണ്ട് ഒരു അടികട്ടിയുള്ള ഒരു ചീനിച്ചട്ടി, ഇതെന്ന് പറയുമ്പോൾ ഒരു ഇൻഡാലിയത്തിൻ്റെ ചീനിച്ചട്ടിയാണ്. പക്ഷേങ്കിൽ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിറ്റാണ് കേട്ടോ. നല്ല വെയിറ്റും അടികട്ടിയുള്ള ഒരു പാത്രമാണ് ഇത്. പെട്ടെന്നൊന്നും അങ്ങനെ അടുക്കി പിടിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് മെഴുക്ക് വരട്ടാനാണെങ്കിലും മീൻ വറക്കാനാണെങ്കിലും ഒക്കെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉള്ള ഒരു ഐറ്റം. അലൂമിനിയത്തിൻ്റെ സംഭവമാണെന്നാണ് ഇതെല്ലാവരും പറയുന്നത്. അമ്മയൊക്കെ പറഞ്ഞ അലൂമിനിയം, പക്ഷേങ്കിൽ അമ്മ തന്നെ പറയുന്നുണ്ട് അലൂമിനിയം ആണെങ്കിലും ഇതെന്തോ ഇരുമ്പ് ചീനിച്ചട്ടിയുടെ ഒരു കട്ടിയും കനവുമാണ് ഇതിനുള്ളത്. നല്ല വെയിറ്റാണ് ഇതിന്. തന്നെയല്ല നമ്മൾ ഈ ഗ്യാസിനകത്തൊക്കെ ഇത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കുറേ സമയം കഴിയാതെ കണ്ട് ഇതിനകത്തോട്ട് നമുക്ക് ആ ചീനിച്ചട്ടിക്ക് തന്നെ ഒരു ചൂട് പിടിക്കത്തില്ല. പിന്നെ ഇവിടെ നമ്മൾ കുറച്ച് നാളായിട്ട് ഇപ്പോൾ ഇതാണ് ഉപയോഗിക്കുന്നത്. മറ്റേ എന്താ പറയുന്നത്,
പാനൊക്കെ ഉണ്ടല്ലോ, നോൺ സ്റ്റിക്കിൻ്റെ പാനൊക്കെ, അത് ഒരു ഒന്നോ രണ്ടോ ദിവസം ഉപയോഗിക്കാം. അത് കഴിയുമ്പോഴത്തേക്കിന് അതിൻ്റെ ആ ഒരു ഉള്ളിലെ ആ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഇതങ്ങ് മാറിപ്പോവും. അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ ചീനച്ചട്ടിക്കകത്താണ് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ എണ്ണയൊക്കെ കുറച്ച് ഒഴിച്ചു, മെഴുക്ക് പുരട്ടി കഷ്ണങ്ങളൊക്കെ കോരിയിട്ടു. ദാണ്ട് അതൊന്ന് വാടി കിട്ടിയപ്പോൾ ഞാൻ ദാണ്ട് വേറെ പാത്രത്തിലോട്ട് മാറ്റുവാണേ. ഇത് കഴിക്കുന്നതോ അല്ലെങ്കിൽ ഇത് കൂട്ടി ചോറുണ്ണുന്നതോ ആയ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. ഇത് ജസ്റ്റ് ഞാൻ ഇത്രയും ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് വേറെ കുറേ ജോലികളുണ്ടായിരുന്നു. ഇത് മാത്രം ഉണ്ടാക്കിയാൽ പോരല്ലോ, അപ്പോൾ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളോട്